ഇപ്പോൾ ഞാൻ പറയുന്നു, തിയേറ്ററുകൾ അടച്ചുപൂട്ടും ഒരു 4 വർഷം മാക്സിമം. ആഴ്ചയിൽ ഒരു ദിവസമാണ് ഒരു സീരിയൽ മെസ്സേജസ്. ഇന്നങ്ങനെയല്ലോ, അമ്മായിമ്മയും മരുമോളും നാത്തൂനും വിഷം കൊടുക്കുക, അതിൻ്റെ ഒരു അന്യം. അപ്പൊ ഇത് ഈ അമ്മ കണ്ടു കഴിഞ്ഞാൽ അമ്മയുടെ വയറ്റിൽ കിടന്ന് കുഞ്ഞിത് പഠിക്കും. സാർ ഇനി അങ്ങനെ ഒരു സംഘടനാ പ്രവർത്തനത്തിലൊക്കെ ഭാഗഭാക്കായിക്കൊണ്ട് ഒരു സിനിമ ചെയ്യും, അങ്ങനെ പ്ലാൻ ഉണ്ടോ? അതോ ഇൻഡിപെൻഡന്റ് ആയിട്ട്? കാരണം നമുക്ക് നമ്മുടെ ഒരു ഇതുണ്ട്. ഞാൻ സിനിമ മുൻകൂട്ടി പറഞ്ഞു, സിനിമ തിയേറ്ററിൽ നിന്നും പോകും. അത് അന്ന് ചിരിച്ചു എല്ലാവരും. അത് സംഭവിച്ചു. ഒരു ലാപ്ടോപ്പിൽ ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റും. അതും സംഭവിച്ചു. ഞാനാണ് ആദ്യം ഉണ്ടാക്കുന്നത്. ലാപ്ടോപ്പിൽ തന്നെ സിനിമ ഉണ്ടാക്കുന്നത് ഞാനാണ് ആദ്യം. ഇപ്പോൾ ഞാൻ പറയുന്നു, തിയേറ്ററുകൾ അടച്ചുപൂട്ടും ഒരു 4 വർഷം മാക്സിമം. കാരണം ഇപ്പോൾ ഒരു 40-50 ടി വിക്ക് 30,000 രൂപ ഉള്ളൂ. ഒരു ഹോം തിയേറ്റർ. പിന്നെ അങ്ങോട്ട് ഇപ്പം ഞാൻ നോക്കുന്നു, ഇപ്പം ഞാൻ സുഹൃത്തിൻ്റെ വീട്ടിൽ കയറിയപ്പം അവിടെ 4 വയസ്സുള്ള കുട്ടി നേരെ വരുന്നു, ഓൺ ചെയ്യുന്നു, യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്നു, അവന് വേണ്ടുന്ന ചാനൽ എടുക്കുന്നു. അപ്പോൾ അവിടേക്ക് മാറിക്കഴിഞ്ഞാൽ ഇനി വരുന്നത് നമ്മൾ ഇതേപോലത്തെ ചരിത്രപരമായിട്ട് നമുക്ക് ഇവിടെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന, ഒരാൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന സംഗതികൾ ഉണ്ടാക്കുക. സാറിന് ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയം, മതം, സിനിമ, മൊത്തം ഈ ഒരു 3 മേഖലയിൽ എവിടെയാണ് കൂടുതൽ കള്ളത്തരങ്ങളുള്ള ആൾക്കാർ കൂടുതൽ? മതവും രാഷ്ട്രീയവും തന്നെ കള്ളത്തരമുള്ളത്. പിന്നെ മതത്തിൽ എന്ന് പറയുന്നത് മതം, സോക്കോൾഡ് മതം എന്ന് പറഞ്ഞാൽ മതത്തിനെ ഉപയോഗിച്ചിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. മതത്തിൻ്റെ ഇല്ല, സിനിമയിൽ അത്രയില്ല. പിന്നെ രാഷ്ട്രീയത്തിലാണെങ്കിൽ ഈ മതത്തെയും ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പം എല്ലാവരും വിൽക്കുന്നത് രാഷ്ട്രീയത്തിലാണ്. പിന്നെ ഈ ഒരു മാറ്റം വരും. ഇപ്പം നമ്മൾ ഇതിൽ ഒരു പ്രോബ്ലം ഉള്ളത്, ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ലോകം എന്താണെന്ന് അറിയില്ല. അവിടെയാണ് എനിക്ക് പ്രശ്നം. എൻ്റെ മകള് പത്രം വായിക്കാറില്ല, ന്യൂസ്. അവർ ഈ IT മേഖലയിൽ ജോലി എന്നല്ലാതെ ലോകത്ത് എന്ത് സംഭവിക്കുന്നു, ഇപ്പം ഇസ്രായേലിൽ എന്താണ് സംഭവിച്ചത്, ഇറാനിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ചെറുപ്പക്കാരോട് ചോദിച്ചു നോക്കുക, അവർക്ക് അറിയില്ല. ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ ഇല്ല. ഇപ്പോൾ മുസ്ലിങ്ങളോട് ചോദിച്ചാൽ അവർ പറയും അവിടെ ഗാസയിൽ കൂട്ടക്കൊല നടത്തുക എന്ന് പറയും. അവർക്ക് അങ്ങനെ ഒരു പാഠം കൊടുക്കുന്നുണ്ട്. മറ്റതോ ഒന്നും അറിയില്ല. രണ്ടാമത് ലഹരി. ഏറ്റവും അപകടകരമായിട്ട് കേരളത്തെ ബാധിക്കാൻ പോകുന്നത് ലഹരിയാണ്. ഇപ്പം VD സതീശൻ സർക്കാർ വന്നതിന് ശേഷം ലഹരിക്കെതിരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പ്രതീക്ഷ ഉണ്ടോ? അതിൽ കുറേയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷേ ഇതങ്ങനെയല്ല വേണ്ടുന്നത്. ഇത് നമുക്ക് ഈ വീടിന്ന് തുടങ്ങേണ്ടത്. എന്തുകൊണ്ടാണ് ഒരു കുട്ടി ലഹരിയിലേക്ക് പോകുന്നത്? വീട്ടിൽ ഉണ്ടാവുന്ന, ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഞാനൊക്കെ വീട്ടിൽ 6 മണിയാകുമ്പോൾ ഉമ്മയുടെ കാച്ചിത്തുണി കെട്ടി പുറകിൽ വിളക്ക് വെച്ച് ഒരു കളി ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ ഒരുമിച്ച്, ഇല്ലേ? നമ്മളൊക്കെ ചെറുപ്പത്തിൽ 6 മുതൽ ഒരു 8 വരെയുള്ളത് ഈ വീട്ടിൽ ഒരുമിച്ച് ഉണ്ടാകുന്ന പരസ്പരം സംവദിക്കും, തല്ലുകൂടും. അങ്ങനെ അതുണ്ടോ ഇന്ന്? ഇല്ല. എല്ലാവരും TV. അപ്പോൾ വീട്ടിനകത്ത് നമ്മൾ ഒരു 2 മണിക്കൂർ കുട്ടികളുമായിട്ട് ഒരുമിച്ചിരുന്ന് കളിച്ച് ചിരിച്ച് പോവുക. ഇപ്പം മദ്യത്തിനൊന്നും ഞാൻ തരുന്നില്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടാകുന്നു, ഞാൻ പറയും മോള് കുറച്ച് കഴിച്ചു നോക്കിയേ, ഇത് ഇത്രയേ ഉള്ളൂ. ഇത് വീട്ടിൽ തന്നെ ആദ്യം വീട്ടിൽ നമ്മളത് മര്യാദ ശീലിപ്പിച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ വൈഫ് ക്രിസ്ത്യൻ ആയതുകൊണ്ട് തന്നെ എല്ലാ ക്രിസ്മസിനും ചാച്ചൻ മരിക്കുന്നത് വരെയും ക്രിസ്മസിന് ഞാൻ ചെല്ലണം നിർബന്ധം. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ചാച്ചൻ ഒരു പിഗ് കഴിക്കും, എനിക്ക് 2 പിഗ് തരും. ഇത് അവിടെ ഒരു ക്ലോസ് ആയിട്ട് ഭക്ഷണത്തിൻ്റെ കൂടെ പോകുന്ന ഒരു ചെറിയ ഇതാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന കുട്ടികൾക്ക് ഒരു തോന്നണ്ടേ, എനിക്കത് കഴിക്കണം. എന്താടാ നിനക്ക് കഴിക്കണോ, ഞാൻ വാങ്ങിച്ചു തരാം, ഏറ്റവും നല്ല സാധനം വാങ്ങിച്ചു. നമ്മളങ്ങനെ ഇത് ഇത്രയേ ഉള്ളൂ. ഇതിനേക്കാളും നല്ലതാണ് നമ്മൾ കളിക്കുന്ന കളി ലഹരി. എത്രത്തോളം നമുക്ക് ഇത് പോസിബിൾ ആവും? കാരണം മദ്യം എന്നത് മാത്രമല്ലല്ലോ ഇപ്പൊ കേരളത്തിൽ ലഹരി എന്നുള്ളതിന്റെ നിർവചനം. ആ ലഹരിയിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഞാൻ പ്രശ്നം. ഈ കുട്ടികൾ ഒറ്റപ്പെടുന്നതുകൊണ്ടാണ്. ആ ഒറ്റപ്പെടലിൽ നിന്ന് കുട്ടികൾ ഒഴിവാക്കണമെങ്കിൽ കുടുംബം നന്നായി വെക്കുള്ളൂ. VD സതീശനെ എല്ലാ കള്ളന്മാരെ പിടിച്ചാലും വീണ്ടും ഇതിലേക്ക് പോകും. പക്ഷെ കുടുംബത്തിലെ കള്ളന്മാരെ ആദ്യം പിടിക്കുക. വൈകുന്നേരം 7 മണിക്ക് സീരിയൽ കാണുന്ന പെണ്ണുങ്ങളെ ആദ്യം അടിക്കുക. ഈ സീരിയൽ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ദുസ്വാധീനം. ഞാനൊക്കെ നന്നായി സീരിയൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ദൂരദർശനിലൊക്കെ നല്ല സീരിയൽ, ഉണ്ണി വന്ന നാള്,
അതുപോലെ പാഠഭേദം, സുന്ദരികളും സുന്ദരന്മാരും, ഓർമ്മ ഇതൊക്കെ ചെയ്ത ആളാണ് ഞാൻ. പക്ഷെ അത് ആഴ്ചയിൽ ഒരു ദിവസമാണ് ഒരു സീരിയൽ ഉണ്ടാവുക. അതിനകത്തൊരു കഥ ഉണ്ടാവും, ഒരു ഫണ്ണി ഇമ്പാക്റ്റ് ഉണ്ടാവും, പിന്നെ മെസ്സേജസ് ഉണ്ടാവും. ഇന്നങ്ങനെയല്ലോ, അമ്മായിമ്മയും മരുമോളും നാത്തൂനും വിഷം കൊടുക്കുക, കൊല്ലാൻ, എങ്ങനെ വെറൈറ്റി ആയിട്ട് കൊല്ലാന്നുള്ളതിന്റെ അതിന്റെ ഒരു അന്യങ്ങ്. അപ്പൊ ഇത് കുട്ടി ഈ അമ്മ കണ്ടു കഴിഞ്ഞാൽ അമ്മയുടെ വയറ്റിൽ കിടന്ന് കുഞ്ഞിത് പഠിക്കും. ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് കിട്ടുന്നത്. പകരം വൈകുന്നേരം ഒരുമിച്ചിരിക്കാനും കളിക്കാനും കളി പറയാനും പറ്റുന്ന ഒരു കുടുംബ വ്യവസ്ഥ എന്നുണ്ടാക്കുന്നോ അന്ന് ലഹരി പുറത്തു. അതൊരു പക്ഷേ ഈ ഹിന്ദുസം എന്ന് പറയുന്ന സംസ്കാരം അതിനൊക്കെ അതുപോലെയാണ്, ഇങ്ങനെ വീട് അങ്ങനെ ഒരു ഇതുണ്ടോ അതിനകത്ത്? പണ്ട് ക്ലബ്ബുകളുണ്ടായിരുന്നു, നമുക്ക് നാട്ടിൻപുറത്തെ ക്ലബ്ബുകളുണ്ടായിരുന്നു, വീട് തന്നെ ഒരു ക്ലബ്ബായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ ഒരുപാട് അംഗങ്ങളുണ്ടായിരുന്നു. വൈകുന്നേരം ആകുമ്പം ഞാനും ജ്യേഷ്ഠന്മാരും കൂടി ഈ മൂട എടുക്കും, മറ്റേ ഓരോന്നെടുത്ത് പാത്രം എടുത്തിട്ട് അതിനും കൂടെ കാളി ഭദ്രകാളി ഇത് പാടുമ്പോൾ ഉമ്മ വന്നിട്ട് കയ്യിൽ എടുത്തിട്ട് ഈ സന്ധ്യാസമയത്താണ് ഈ പാട്ട് പാടുന്ന ആഗ്രഹിക്കുന്നത്. അപ്പം ആ വീട്ടിനകത്ത് ഒരു ഈ പറയുന്ന തമാശകളൊക്കെ ഉണ്ടാകുമ്പോൾ പുറത്തൊരു തമാശയ്ക്ക് പോകാൻ നമുക്ക് വീട്ടിൽ തന്നെ അത്രയും ആൾക്കാരുണ്ട്, ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും. വീട് ഒരു സ്വർഗ്ഗാക്കി എന്ന് മാറ്റുന്നു മലയാളി, പ്രത്യേകിച്ച് മലയാളി. എന്നാൽ നോർത്ത് ഇന്ത്യയിലെ ഹിന്ദു കുടുംബങ്ങൾ ഇന്നും വളരെ കുറച്ചും കൂടി അടുത്താണ്, അണുകുടുംബങ്ങൾ കുറവാണെന്ന് തോന്നി. വിവാഹം, മറ്റു കാര്യങ്ങൾ, വീടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുട്ടി ഉണ്ടായപ്പോൾ ഈ കാണൽ പിടിക്കൽ, ഇതൊക്കെ നോർത്ത് ഇന്ത്യയിൽ ഭയങ്കര ഇതാണ്. കാരണം പറയാൻ കാരണം എൻ്റെ മോള് കല്യാണം കഴിച്ചിരിക്കുന്നത് നോർത്ത് ഇന്ത്യ പയ്യനാണ്. കുറച്ചും കൂടി ഒരു യൂണിറ്റി, ഭയങ്കര യൂണിറ്റി ഉണ്ട്, ഭക്തിയുണ്ട്. പക്ഷെ ഇത് നോർത്ത് ഇന്ത്യയിൽ പോലെ അല്ല, ഇത് കേരളമാണെന്നാണല്ലോ പറയാറ്. അൽ കേരളമാണെന്നാണ്. അപ്പൊ കേരളം ശരിക്കും പറഞ്ഞാൽ അവരെയൊക്കെ കണ്ടു പഠിക്കണമെന്നാണോ സാർ പറയുന്നത് ഈ ഒരു കാര്യത്തിൽ? തീർച്ചയായിട്ടും. കാരണം അവിടെ ഭക്തി എന്നുള്ളത് കുടുംബത്തിൻ്റെ ഒരു പ്രകാശമാണ്, നമ്മൾ പ്രകടിപ്പിക്കുന്നതല്ല. ഭക്തി അവരുടെ കൂടെയുള്ളതാണ് കുടുംബത്തിൻ്റെ. അത് വൈകുന്നേരം ആകുമ്പോൾ പ്രാർത്ഥന പോലും നല്ലൊരു പാട്ടിട്ട്, ഒരു ഭജന ഇട്ടിട്ടാണ്, ശരിയാ, നല്ലൊരു ഭജന ഇട്ടിട്ടാണ്. അതല്ലെങ്കിൽ അവർ പാടും. അത് നമ്മളുടെ അടുത്ത് എന്ന് നഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് പിന്നെ ഹിന്ദു കുടുംബം, ഹിന്ദു ജന്തു അങ്ങനെ പറയുന്ന അവസ്ഥയിലേക്ക്. ഞാൻ സാറ് ഗീത വായിച്ചു, സാറിന്റെ വൈഫ് വായിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, എത്ര ഹിന്ദുക്കളുടെ വീടുകളിൽ ശരിക്കും ഗീതയും അതുപോലുള്ള പുസ്തകങ്ങളും ഒക്കെ കാണുമെന്ന് ചോദിച്ചാൽ ചുവന്ന തുണി കെട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ചുവന്ന തുണി കെട്ടിയിട്ട് പൂജാമുറിയിൽ വെച്ചിട്ടുണ്ട്, തുറക്കൂല. അതിനകത്തുള്ളത് അറിഞ്ഞാലല്ലേ എല്ലാവരും വായിക്കണമെന്നാണോ പറയുന്നത്? എല്ലാവരും വായിക്കും ഗീത. കാരണം അത് എല്ലാ മറ്റേ വേദങ്ങളുടെയും സാരാംശമാണ്. ഞാൻ മറ്റൊന്നും പഠിക്കാൻ പോകും. ശരി, യുദ്ധത്തിന്റെ ഒരു ഉപദേശം ആയതുകൊണ്ട് തന്നെ ഒരു വാർ ആൻഡ് വയലൻസ് അങ്ങനെയാണോ? അതിൽ എന്ത് വയലൻസ് ഉള്ളത്? ഇല്ല അല്ലേ. ആദ്യത്തെ അഗെയിൻസ്റ്റ് യുദ്ധമല്ലേ പറയുന്നത്. യുദ്ധം അർജുനൻ പറയുന്നത് എന്താണ്? ഈ ഇവരെ കൊന്നിട്ട് വേണം എനിക്ക് രാജ്യം എന്നല്ല ചോദിക്കുന്നത്. അതൊന്നും വേണ്ടാന്ന്. അപ്പം കടമ ചെയ്യേണ്ടത് ധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്യണം, അധർമ്മി ആവരുതെന്ന് പറഞ്ഞത്. പക്ഷേ ആ ഉപദേശത്തിൻ്റെ ഇടയ്ക്ക് ഈ ധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പറയുന്നതിനിടയ്ക്ക് കുടുംബ വ്യവസ്ഥ എല്ലാം കടന്നു പോകുന്നില്ലേ? എല്ലാം കടന്നു പോകുന്നുണ്ട്. ഈ യുദ്ധം നമ്മുടെ ഉള്ളിലുണ്ട്, എൻ്റെ ഉള്ളിലും സംഭവിക്കുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിലും സംഭവിക്കുന്നുണ്ട്. ധർമ്മയുദ്ധം. അവിടെ ആ യുദ്ധം സംഭവിക്കുമ്പം ഗീത ഒരു മരുന്നായിട്ട് വരും, ഒരു മാർഗദർശിയായിട്ട് വരും. നീ ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളൂ, അപ്പം നിന്റെ ഈ ക്ലാഷ് മാറിക്കിട്ടും. അതാണ്, അല്ലാതെ ശരിക്കുള്ള വാറല്ല. അവിടെയാണ് എല്ലാവർക്കും തെറ്റുപറ്റുന്നത്. ഇപ്പൊ സാർ ഇപ്പം മാൻഡ്രേക്ക്, ജൂനിയർ മാൻഡ്രേക്ക് എന്ന് പറയുന്ന ഒരു മൂവി ഭയങ്കരമായിട്ട് ആൾക്കാരെ ചിരിപ്പിക്കുകയും ഭയങ്കര ഇപ്പോഴും അതിൽ ഓരോരോ കാര്യങ്ങൾ ഭയങ്കര ചിരി വരുന്നത്. ഇപ്പം ശരിക്കും ആ ഒരു വിഗ്രഹം കൊണ്ട് ഇങ്ങനെ പോയി ഓരോരുത്തർക്ക് കൊടുക്കുന്നവരെല്ലാം തൊലഞ്ഞു പോകുന്നു. ശരിക്കും ആ വിഗ്രഹം അതിനകത്ത് വൈര്യമുണ്ട്. ഞാൻ ആലോചിക്കാറുണ്ട്, ദൈവമേ, രത്നങ്ങളുള്ള ഒരു സാധനത്തിന്റെ കൂടെ കൂടോത്രം, ഇതെങ്ങനെയാ ഇത് ബ്ലെൻഡ് ചെയ്തത്? ആ സാധനം ഇപ്പോഴും കയ്യിലുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അത് ഒരു തിരുവനന്തപുരത്തുള്ള ഒരിക്കലും എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരു കൃഷ്ണ വിഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു സ്വാമി വന്നപ്പോൾ പറഞ്ഞു, ഇതങ്ങ് ഒരു ഓടക്കോടുള്ള കൃഷ്ണ, വീട്ടിന് മുറ്റത്ത് ഒരു അരയാൾ പൊക്കുണ്ട്. അപ്പോൾ ഇതെടുത്ത് കൊണ്ടുപോയി കടലിൽ ഒഴുക്കി കളഞ്ഞു. അങ്ങനെ പിറ്റേന്ന് ഞാനും സുഹൃത്തും അയാളുടെ കാറിൽ അവിടെ കടപ്പുറത്ത് പോയിട്ട് ഈ കൃഷ്ണനെ കടലിലേക്ക് എറിഞ്ഞു. കൃഷ്ണൻ അതേപോലെ തിരിച്ചു വരും. പേപ്പർ ബോട്ട് ഉണ്ടാക്കിയല്ലേ, കൃഷ്ണൻ അങ്ങോട്ട് കൊടുക്കുന്നു, കൃഷ്ണൻ തിരിച്ച് നേരെ കാലക്ക് വരും. അങ്ങനെ 6 പ്രാവശ്യം കൃഷ്ണനെ ഉപേക്ഷിക്കാൻ ശ്രമിക്കുക, കൃഷ്ണൻ പോകുന്നില്ല. അവസാനം പുറകിലത് ഹോളിട്ടിട്ട് അതിൽ വെള്ളം കയറ്റിയിട്ടാണ് കൃഷ്ണൻ വിട്ടത്. അപ്പം ഞാൻ ഇങ്ങനെ, ഇത് നല്ലൊരു സബ്ജക്റ്റാണല്ലോ, ഒരു സാധനം എങ്ങനെ ഉപേക്ഷിക്കാൻ ശ്രമിച്ചാലും
തിരിച്ച് ഇങ്ങോട്ട് വരുന്നത്. അതും പിന്നെ നമ്മൾ കുഞ്ഞിലെ പഠിച്ച മങ്കീസ് പോ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്, അല്ല കഥയുണ്ട്, മങ്കീസ് പോ. അത് മങ്കിയുടെ ഈ എവിടെ ഉണ്ടെങ്കിലും അവിടെ നെഗറ്റീവ് സാധനം ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും കൂടിയാണ്. പിന്നെ അതിൽ ഒരു ആ സിനിമയിൽ ഏറ്റവും പുറത്ത് പറയാത്ത ഒരു രഹസ്യങ്ങളൊന്ന്, അതിലൊരു മോഷണമുണ്ട്. ഞാനൊരു ചെറിയ കാരണം നടക്കാതെ പോയ ഒരു സിനിമയുണ്ട്, അതായത് എൻ്റെ പേര് കിണ്ണംകട്ട കള്ളൻ ഒന്ന് വന്നു. അതല്ലാതെ ഒരു കിണ്ണംകട്ട കള്ളൻ എന്ന് പറഞ്ഞ സിനിമ രഘുനാഥ് പലേരി എഴുതിയ നടക്കാതെ പോയ ആ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചിരുന്നു. അതിലൊരു ചെറിയ ഘടകമാണ് ആ പോലീസ് സ്റ്റേഷനിലെ. അത് പോലീസ് സ്റ്റേഷനല്ല, അതിലുള്ളത് അങ്ങനെയല്ല, ഒരു കളവ് മുതൽ കൊണ്ടുപോയി ഒരു വീട്ടിൽ ഒളിപ്പിച്ച് വയ്ക്കും. അത് എടുക്കാൻ പറ്റും, അവിടെ വേറെ വീട്ട് വാടകക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് NL ബാലേട്ടൻ ഗുസ്തിക്കാരായിട്ട് അവിടെ താമസിക്കുന്നു. അവിടുന്ന് ഈ ജയറാമും ടീമും വന്ന് ഇതെടുക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ അത് എൻ്റെ മനസ്സിൽ ചെറുതായിട്ട് തോന്നി. അതിനെ ഞാനൊരു പോലീസ് സ്റ്റേഷനാക്കി മാറ്റി. അതായത് പോലീസ് സ്റ്റേഷനാകുമ്പോൾ അതിനകത്തേക്ക് ഒരാൾക്ക് വന്നത് എടുക്കാൻ പറ്റും. അതാണ് ശരിക്കും ആ സിനിമയുടെ ഏറ്റവും വലിയൊരു പഞ്ചിങ്. എന്നെ ഇടിക്കൂ സാർ, ഞാൻ ഇത്രയും നല്ലൊരു പാവിരിച്ച് കിടക്കുന്നു. അപ്പം ആ ശരിക്കും അത് രഘുനാഥ് പലേരിയുടെ ഒരു നടക്കാതെ പോയ സിനിമയിലെ ഒരു ചെറിയ അംശമാണത്. അവർ പോലും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതെടുത്ത് ഞാൻ ഇവിടെ ചേർത്തപ്പോൾ അത് വല്ലാതെ. ഇനി ഞാൻ പറയട്ടെ, ഇനി സാർ എന്ന് പറയുന്ന ഒരു ക്രിയേറ്ററെ നമുക്ക് അത്രയും ഒരു ഫണ്ണി എലമെന്റ്സ് ഒക്കെ ഇനി AI-ലൊക്കെ പ്രതീക്ഷിക്കാൻ സാധിക്കും? നമുക്ക് പ്രതീക്ഷിക്കാമായിരുന്നു. അപ്പം NF വർഗീസ്, രാജേട്ടൻ, ഈ പറയുന്ന ജഗതി, ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഇനി ഇപ്പോൾ വേണമെങ്കിൽ അവരെ വേണ്ട എനിക്ക് AI-ൽ കൊണ്ടുവരാം, അതേപോലെ ചെയ്യിക്കാം. പക്ഷെ നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ ആ കുടുംബക്കാർ പറയും എനിക്ക് 25 ലക്ഷം വേണം, 30 ലക്ഷം വേണം, പറയില്ലേ? വെല്ലുവിളികൾ ഇങ്ങനെ കൂടിക്കൂടി കാരണം ആ ഇമേജ് നമുക്ക് എടുത്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല, അതിന്റെ റൈറ്റ് നമുക്കില്ല. നിലവിൽ എന്തായാലും ഇപ്പൊ പ്ലാൻ ചെയ്തതുപോലെ പക്ഷെ ഇതിലൊരു ഹീറോ വരും ഈ സിനിമയില്. ഇതിലൊരു ഹീറോ വരും. ചിലപ്പോൾ ഹീറോസ് തന്നെ വന്നേക്കാം. ഇതെങ്ങനെ ഒരു 1921 പോലത്തെ ഒരു മോഡാണോ പിടിച്ചിരിക്കുന്നത്? അല്ല, ഇത് ഞാൻ പറഞ്ഞല്ലേ, കാരണം എനിക്ക് നല്ല സാധനങ്ങളെ കയ്യിലിരിക്കുന്നത്, ടിപ്പു സുൽത്താനാണ് കയ്യിലിരിക്കുന്നത്. സിനിമയാണ് അല്ലേ? നല്ല സിനിമയായിരിക്കും. ഞാൻ അതിൻ്റെ ഇപ്പം ചെറിയ ഒരു ഭാഗം ചെയ്തപ്പോൾ തന്നെ ഭയങ്കര തൃപ്തികരമായിട്ട് കിട്ടി എനിക്ക്. കാരണം ടിപ്പുവിൻ്റെ പടയോട്ടം വരുന്നതും അതിനെതിരെ ഈ ചെറിയൊരു മൂവ്മെൻ്റായിട്ട് ഇവരുടെ, കാരണം ആ കൂട്ടത്തിന് 20 കൂട്ടം എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. വെറും 20 പേരാണ്. ലോകത്തിലെ ആദ്യത്തെ സംഭവമാണ്. എവിടെന്നാണ് ഈ ഒരു റെഫറൻസസ് ഒക്കെ സാറിന് കിട്ടുന്നത്? ഇതിപ്പോൾ വൈക്കത്ത് എൻ്റെ ഒരു സുഹൃത്ത് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത ആൾക്കാരുണ്ട്, പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നു, ഇപ്പോഴും വരുന്നു ഇതിൽ. കാരണം ഇത് ഈ മനുഷ്യൻ ജീവിച്ചിരുന്നായിട്ട് ആരുടെ തെളിവില്ല. ജീവിച്ചിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇദ്ദേഹത്തിൻ്റെ തറവാടില്ല, ഒക്കെ പോയി. ഇപ്പോൾ അവിടെ ഇദ്ദേഹത്തിൻ്റെ കുടിയിരുത്തിയ, ഇദ്ദേഹത്തിൻ്റെ ദൂരെയുള്ള ഒരു ബന്ധുവിൻ്റെ ഒരു കുടിയിരുപ്പ് മാത്രമേ ഉള്ളൂ. അവിടെ ഇദ്ദേഹത്തിൻ്റെ ഒരു വാളുമുണ്ട്, ഒരു കത്തിയുമുണ്ട്, രണ്ടും മാത്രമേ ഉള്ളൂ. അത് ഇദ്ദേഹത്തിന് ഫാമിലി ഉണ്ടായിരുന്നില്ല. ഫാമിലി ഒന്നും ആരാണ് എന്താണെന്നറിയില്ല. ഇപ്പോൾ പുതിയ കള്ളക്കഥയും വരുന്നു ഈ മനുഷ്യനെ കുറിച്ച്. ഈ മനുഷ്യൻ 10,000 ഈഴവരെ കൊന്ന മനുഷ്യനാണ്. അതിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പുതിയ ഒരു 5-10 കൊല്ലം മുമ്പ് വന്നാ. ഈ മനുഷ്യന് ടിപ്പുവിനെ തോൽപ്പിച്ചതിൻ്റെ ഓർമ്മയ്ക്കാണ് മേത്തമണി ഉള്ളത്. ടിപ്പു പറഞ്ഞു എൻ്റെ കുതിരയെ കൊണ്ടുപോയി പത്മനാഭൻ്റെ കൊടിമരത്തെ കിട്ടുമെന്ന് പറഞ്ഞു. ആലുവപ്പുഴ കടക്കാൻ പത്മനാഭപിള്ള സമ്മതിച്ചില്ല. ആ വിജയത്തിൻ്റെ ടിപ്പുവിൻ്റെ വാളും തൊപ്പിയും അവിടെ കൊണ്ട് കൊടുത്തു പത്മനാഭപിള്ള. ഇത്രയും വലിയൊരു ഈ പത്മനാഭപിള്ള തൂക്കിക്കൊല്ലി ചെയ്ത അവസാനം കുഞ്ചു പിള്ളയും പത്മനാഭപിള്ളയും തൂക്കിക്കൊല്ലി ചെയ്ത്. എന്തിനാ തൂക്കിക്കൊല്ലുന്നത് ആർക്കറിയാം? ഇവിടെ ഈ പറയുന്ന കൊച്ചിയിലെ ഇതിന് ഇവിടെ വന്ന് ആക്രമിച്ചത് ബ്രിട്ടീഷ് സൈന്യത്തിന് നേരെ ഉള്ളിൽ കയറിയിട്ട് അവിടെ മുഴുവൻ 13 പട്ടാളക്കാരെ കൊന്നുവർ. അന്ന് ചീഫ് ഓടി രക്ഷപ്പെട്ടു. അതിനു വേണ്ടിയിട്ട് അവസാനം 1790 മുതൽ 1809 ഇദ്ദേഹം മരിക്കുന്നത്. നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിലായിരിക്കും സാറിന്റെ സിനിമ വരുന്നത്? തിയേറ്റർ റിലീസ്? ഇത് വലിയ സിനിമയാണ്, വലിയ പ്രോജക്റ്റാണ്, നന്നായി വരുന്നുണ്ട്. ചെയ്യുമ്പോൾ ഒരു തൃപ്തി ഉണ്ട് എനിക്ക്.
എപ്പോഴത്തേക്ക് നമുക്കപ്പോ ഇത് തിയേറ്ററിൽ കാണാമെന്ന് 6 മുതൽ 8 മാസം വരെ എടുക്കാം. 6 മുതൽ 8 മാസം. കാരണം ഇതിലൊരു ശരിക്കും ബാഹുബലിയിലെ ഡാം പൊട്ടിക്കുന്നില്ലേ, അത് പത്മനാഭപിള്ളയുടെ കഥയാണ്. ഓക്കെ. ബാഹുബലി തന്നെ പത്മനാഭപിള്ളയുടെ കഥയാണ് ശരിക്കും. ആണല്ലേ? എൻ്റെ മോശം ഈ ആലുവ പുഴയുടെ തീരത്ത് ടിപ്പു സുൽത്താനും ആയിരക്കണക്കിന് പട്ടാളക്കാരും വന്ന് ഈ ആലുവ മണപ്പുറത്ത് ടെൻ്റ് അടിച്ചു. പിറ്റേന്ന് കരക്കടന്ന് തിരുവിതാംകൂറിലേക്ക് മാർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് രാത്രി പോയി ഡാം പൊട്ടിച്ചു പത്മനാഭപിള്ള. ഇതാണ് റിയൽ സ്റ്റോറി. സോറി, പത്മനാഭപിള്ള ഡാം പൊട്ടിച്ചു. ആയിരക്കണക്കിന് ടിപ്പുവിൻ്റെ പടയാളികൾ ഒലിച്ചു പോയി. അങ്ങനെ ടിപ്പു നിരാശനായി തിരിച്ചുപോയി. ആ പോക്കാണ് ലാസ്റ്റ് ടിപ്പുവിൻ്റെ പോക്ക്. ഇതാർക്കറിയാം? ഇത് അങ്ങനെ ബാഹുബലിയിൽ നമ്മൾ അങ്ങനെ ഒരു സീനായിട്ട് കണ്ടിട്ടുണ്ട്. അതെ, നമ്മൾ അതേപോലെ അതിനേക്കാളും കുറച്ചും കൂടി വലുതാക്കിയാണ് ഞാൻ എടുക്കുന്നത്. ഇത് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുണ്ട്. എന്തായാലും സിനിമ വരട്ടെ, സിനിമ വരുന്നു കാണാൻ വേണ്ടി വലിയ പ്രോജക്റ്റ്. വലിയ പ്രോജക്റ്റുകൾ അതുപോലെ തന്നെ നല്ല ഫണ്ണി എലമെന്റ്സും കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഒരുപാട് ചിരിപ്പിച്ച ഒരു സംവിധാനങ്ങൾ, ഫണ്ണി എലമെന്റ്സ് ഇനി കാരണം നമ്മളെ ആ മലയാളത്തിന്റെ ഒരു കാലഘട്ടം ഫണ്ണി ആസ്പെക്ട്സ് ഒക്കെ മാറിയെന്നാണ് ആൾക്കാർ. ആസ്പെക്ട് അല്ല, നടന്മാരില്ലാതെ പോയി, പ്രതിഭകളില്ലാതെ പോകുന്ന. ഇപ്പൊ ആരാ ഉള്ളത് നമ്മുടെ? എനിക്ക് ജഗതിക്ക് പകരം വെക്കാൻ ആരുണ്ട്? ആരുമില്ല. എന്നെ ഫോർഗീസ് പകരം വെക്കാറുണ്ട്, രാജൻ പി എന്നെ പകരം വെക്കാറുണ്ട്. ശരിയാണ്, അതൊക്കെ പോയി, എല്ലാവരും പോയി. അതൊരു എൻ്റെ ഫാമിലി ആയിരുന്നു അത്. എന്നോടെല്ലാം ചോദിക്കും എന്തുകൊണ്ട് സിനിമ വിട്ടു. എൻ്റെ കുടുംബം മുഴുവൻ പോയി, ഞാൻ ഒറ്റയ്ക്കായി പോയി എന്നതാ. ശരിക്കും പറഞ്ഞാൽ ടൂൾസ് ഇല്ലാത്ത, നമുക്ക് നന്നായിട്ട് ബാക്കിയെല്ലാം ഉണ്ട്, പക്ഷെ ടൂൾസ് ഇല്ല എന്നുണ്ട്. അപ്പം നമ്മൾ മറ്റേതങ്ങനെ ഇല്ല. രാജേട്ടാ എനിക്കൊരു ഡേറ്റ് കൊണ്ടല്ലോ, എന്നാടാ മോനെ നിനക്ക് ഡേറ്റ് തരാതെ. നമ്മൾ ഫോണിലൂടെ എല്ലാവരും ഡേറ്റും. ഇനി ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ചേട്ടാ ഇപ്പം കാശില്ല, ഡബിങ് കേട്ടോ, അതിൻ്റെ തടാ നീ തരും. ഇങ്ങനൊരു ഇതാണ്. ഇപ്പോൾ കപ്പയാണ് കപ്പ. ഒരു ഓരോ വൈകുന്നേരം 9 മണിക്ക് ഞാൻ വർക്ക് ചെയ്യില്ല, ഒന്നുമില്ല. 9 മണിക്ക് ശേഷം എല്ലാവരും കൂടി തമാശ പറഞ്ഞ് അന്ന് അങ്ങനെ KPSC എഴുതിയാണെങ്കിലും കൽപ്പനയൊക്കെ എൻ്റെ ചങ്കയായിരുന്നു. കൽപ്പനയൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ഊർജം വേറെയാണ്. അതെല്ലാം പോയപ്പോൾ നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു ഇതായി. ഇനി അതുകൊണ്ട് കാലഘട്ടം ഇനിയില്ല. അത് മാസ്റ്റേഴ്സ് തീർന്നു പോയി, വഴികൾ മാറ്റിപ്പിടിക്കാം. കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഹ്യൂമർ അറിയില്ല. എന്താണ് പറഞ്ഞ സിറ്റുവേഷൻ പറഞ്ഞാലും അറിയില്ല അവർക്ക്. അത് ചെയ്യാൻ അറിയാനിട്ടില്ല. ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, പക്ഷേ അവരൊക്കെ ഗൗരവം പിടിച്ച് മസിലൊക്കെ അങ്ങനെ പിടിച്ച് നിൽക്കുന്നത് നല്ല ആൾക്കാർ. ഇപ്പം ഈ പുതിയ യങ്സ്റ്റേഴ്സിൽ ഒരുപാട് ആൾക്കാർ ഹ്യൂമർ ചെയ്യാൻ പറ്റും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നമ്മുടെ ഫഹദ് ഫാസിൽ, നല്ല ആർട്ടിസ്റ്റാണ്. പക്ഷേ അയാൾക്കിപ്പം ഇങ്ങനെയുള്ള ഇപ്പോൾ എന്നെപ്പോലൊരാൾക്ക് ഡേറ്റ് തരില്ലയാണ്. അയാളെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, ഉറപ്പാണ്. അങ്ങനെ കുറേ ആർട്ടിസ്റ്റ് ഉണ്ട് ഈ ഹ്യൂമർ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അവർ ഈ പറയുന്ന ഈ പല കാര്യങ്ങളുകൊണ്ട് നമ്മളല്ല ഇപ്പം ഈ കൊച്ചിൻ എന്താണ് പറയുന്നത്, മാഫിയ സിനിമയായിട്ട് ഇങ്ങനെ ഒരു മട്ടാഞ്ചേരി മാഫിയ അതുപോലെ ഉള്ള സിനിമകളായിട്ട് ഇങ്ങനെ പോവാണ്. വലിയ സിനിമകൾ, മറ്റേ ഇടി അടി, അവിടെ നിന്ന് മാറിയിട്ട് ഇപ്പോൾ മോഹൻലാലിനെ ആലോചിച്ച് നോക്കൂ. മോഹൻലാൽ എത്ര പ്രിയങ്കരനായിരുന്നു നമുക്ക്. ഏതിൽ അയാൾ വരുന്ന ഓരോ സിനിമ, ശ്രീനിവാസൻ്റെ കൂടെ വന്ന സിനിമകൾ, നമ്മുടെ ഒരു വീട്ടിലെ അംഗത്തെ പോലെയുള്ള ഒരു കഥാപാത്രങ്ങൾ ചെയ്തെടുത്തുനിന്ന് ഈ രാജാവിൻ്റെ മകനിലേക്ക് പോയപ്പോഴാണ് മോഹൻലാൽ വേറത്. മോഹൻലാലിൻ്റെ ആ പഴമുഖ സിനിമകൾ കാണാൻ ഇപ്പോഴും ഭയങ്കര രസമാണ് അല്ലേ. ഫാമിലിയോട് തൊട്ടടുത്ത് ഇങ്ങനെ. നമ്മുടെ ഏറ്റവും വലിയ പരാജയം അതാണ്. അച്ഛനില്ല സിനിമയിൽ, അമ്മയില്ല സിനിമയിൽ, പെങ്ങളില്ല, ഒരു കൂട്ടം. ഇപ്പോഴത്തെ സിനിമയിൽ ഒരു കൂട്ടം. അപ്പോൾ ബന്ധങ്ങളില്ല. ഇപ്പം നമ്മുടെ കുടുംബം നമ്മളത് ബാധിക്കുന്നു. ഇപ്പം കുടുംബ സിനിമ കാണാൻ വരുന്നില്ല. ഫാമിലിയായിട്ട് പണ്ട് അങ്ങനെയല്ല ഞങ്ങൾ കണക്കാക്കുന്നത്. ഒരു കൈ വരുമ്പോൾ 6 ടിക്കറ്റ്. അത് ശരിയാണ്. ഇപ്പോൾ ഒരു കൈക്ക് ഒരു ടിക്കറ്റേ ഉള്ളൂ. ശരിയാണ്. അതല്ലെങ്കിൽ ബുക്ക് ചെയ്തിട്ട് പോവുക. എല്ലാം ഒന്ന് മാറി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ സാറിൻ്റെ സിനിമ വൻ വിജയമാകട്ടെ. ഇതിൽ നമ്മൾ പ്രതീക്ഷിച്ചത് അറിയോ? ഇപ്പോൾ ഈ AI മീഡിയയിൽ പുതിയ പിള്ളേർ വന്നിട്ട് അങ്ങോട്ട് അർമാദിക്കട്ടെ, അതാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഒരു ഊർജ്ജം കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ജൂലൈ 31 നമ്മുടെ സിനിമ ഇറങ്ങുമ്പം അത് കാണുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അത് ഓഹോ എന്നല്ല, അതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന നാടൻ കഥാപാത്രങ്ങളെയാണ്. സാധാരണ AI ഈ മറ്റേ ഗിമിക്സ് കാണിക്കാൻ എളുപ്പമാണ്. ഏലിയൻസ് വരുന്നതും ഒക്കെ കാണിക്കണം. പക്ഷെ 4
അതെ. 4 ചെറുപ്പക്കാരെയും വെച്ചിട്ട് ഒരു കുറച്ച് കോമഡി ചെയ്യണമെങ്കിൽ അവരുടെ ഫേസിൽ ഇതൊക്കെ വരുത്തുക അത് ഇതിൽ ചെയ്തിട്ടുണ്ട് ഞാൻ. ചെയ്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം കോമഡിയാണ്. അപ്പൊ കാണാം. അതുകൊണ്ടാണ് മാൻഡ്രേക്കിന് പേരിട്ടത്. ഓ കൊള്ളാം. ഇത് അതേപോലത്തെ ചെറിയ സബ്ജക്റ്റാണ്. മാൻഡ്രേക്ക് കേൾക്കുമ്പോ തന്നെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടല്ലോ. മാൻഡ്രേക്ക് അങ്ങനെ ഓഹോ അല്ല എങ്കിലും കുട്ടികൾക്ക് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നലുണ്ടാക്കുക. അതും ഒരു ഇൻസ്പിറേഷൻ. അതേസമയത്ത് അടുത്തത് നമ്മൾ യമകണ്ഠനായിട്ട് സിനിമ ഉണ്ടാക്കാൻ പറ്റുമെന്നല്ല, മറ്റത് ഇപ്പോഴും ഏത് കുട്ടിക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് ചെറിയ പിള്ളേർക്കും അതിലേക്ക് കടന്നു വരാനും സിനിമ ചെയ്യാനും പറ്റുന്ന രീതിയിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ ഭാവുകങ്ങളും അപ്പം നന്നായിട്ട് വരട്ടെ വീണ്ടും.